ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്ന സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അങ്ങനെ വിശാലിൻ്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ യമുനയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വരികയാണ് ശാരദയും അതുപോലെ തന്നെ നമ്മുടെ കാവേരിയും. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അയൽപ്പക്കത്തുള്ള ചേച്ചിമാരെ കാണുകയാണ്. അപ്പോൾ ചേച്ചിമാർ പറയുകയാണ്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയ്ക്ക് വീണാലും ഇലയ്ക്കാണ് കേട്. ഇല എന്തായാലും ഇപ്പോൾ വീണ് കിടക്കില്ലേ, തട്ടുകേട് നോക്കാതെ ഇതിന്ന് മെല്ലെ ഊരി കൊണ്ടുവരാൻ നോക്ക് എന്ന് പറഞ്ഞ ചേച്ചിമാരുടെ വക ഉപദേശമാണ്. പിന്നെ കുറേ നേരം അവരിതൊന്ന് ഉപദേശിക്കും. ഇതെല്ലാം കേട്ട് കാവേരി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ അവരുടെ മോറൽ ക്ലാസ്സൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നീയായിട്ട് ഈ കുടുംബത്തിൻ്റെ നാണം കെടുത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കാവേരിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ആദ്യമൊക്കെ ക്ഷമിക്കെങ്കിലും പിന്നെയും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാവേരി എന്ത് ചെയ്യും, ഒരു കല്ലെടുത്ത് എറിയും. എന്നിട്ട് അവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ജീവനും കൊണ്ട് ഓടുന്ന ഒരു സീനാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഇതേപോലെ തന്നെ വിനീത് അടിച്ചിട്ട് പരിക്ക് പറ്റ ആളാണല്ലോ വിശാൽ. അപ്പോൾ വിശാലിനും ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ വിശാലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ജയപാലിനും അമ്മയും കൂടിയിട്ടാണ്. അങ്ങനെ അവനും കുറേ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ജയപാലിൻ്റെ ഭാര്യ പറയാണ്, ജയപാലിനോടുള്ള ദേഷ്യമാണ് അവർ മോനോട് തീർത്തത്. അവരൊത്ത് കിട്ടിയപ്പോൾ മോനോട് ആ പ്രതികാരം തീർത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ജയപാലിൻ്റെ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. കാരണം അടിച്ച് നല്ല പഞ്ചറാക്കിയിട്ടുണ്ട്. അപ്പോൾ ജയപാലൻ വിശാലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇനി മോൻ ഇതിലൊന്നും പോയി ഇടപെടരുത്, അച്ഛനുള്ള പകയും അപ്രതികാരമൊക്കെ അച്ഛനായിട്ട് തന്നെ തീർത്തോളം, നീ ഇതിലൊന്നും ഇടപെടരുത് എന്ന് പറഞ്ഞ് വിശാലിനെ ആശ്വസിപ്പിക്കുന്ന ജയപാലനെയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.